ആശ്വാസത്തിന്റെ പുസ്തകം എന്ന് അറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ ഭാഗമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31, 32, 33 അധ്യായങ്ങൾ. ഈ ആശ്വാസത്തിന്റെ പുസ്തകത്തിലെ വളരെ പ്രസക്തമായ വേദഭാഗമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 1 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങൾ. ബാബിലോണിലെ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ദൈവത്തിന്റെ ജനം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു പോയി എന്ന് കരുതിയ അനുഭവത്തിൽ ദൈവജനത്തിന് ലഭ്യമാകുന്ന ആശ്വാസത്തിന്റെ സന്ദേശമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിലെ ആദ്യത്തെ 6 വാക്യങ്ങൾ. പ്രവാസത്തിന്റെ വേദനയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുകയാണ്, യിരെമ്യാവ് 31:3, നിത്യമായ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും ഭാരങ്ങളും നിരാശയുമാണ് നീ അനുഭവിക്കുന്നതെങ്കിലും, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നെ നിത്യമായ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു എന്ന് നിരാശയുടെ അനുഭവത്തിൽ പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന ദൈവശബ്ദത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ് എന്ന് മനസ്സിലാക്കുക. നിത്യമായ ദൈവസ്നേഹത്തെ 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയും. ഇത് നിരുപാധികമാണ്, അൺകണ്ടീഷണൽ ആണ്, ശാശ്വതമാണ്, അൺഎൻഡിങ് ആണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 2 വാളിന് തെറ്റി മരുഭൂമിയിൽ ശേഷിച്ച ജനം ദൈവത്തിന്റെ കൃപ കണ്ടെത്തി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ച് നിരാശയിൽ ആണ്ടുപോയ ദൈവത്തിന്റെ ജനം കൃപ കണ്ടെത്തുന്ന അനുഭവം, അത് ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം അത് അനശ്വരമായത് കൊണ്ടാണ്, അവസാനിക്കാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുക. 31 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ ഇസ്രായേലിന് ദൈവം വീണ്ടും അഭിവൃദ്ധി നൽകുമെന്നും സന്തോഷത്തിന്റെ ജീവിത അനുഭവം നൽകുമെന്നും 5 വാക്യത്തിൽ അധ്വാനങ്ങൾക്ക് ഫലമുണ്ടാകുമെന്നും രേഖപ്പെടുത്തി കാണുകയാണ്. ദൈവജനത്തിന് ദൈവം അഭിവൃദ്ധി നൽകുന്നത്, ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവം സന്തോഷം നൽകുന്നത്, ദൈവജനത്തിന്റെ അധ്വാനങ്ങൾക്ക് ഫലം നൽകുന്നത് ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം.